ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സുധി പാർക്കിലേക്ക് പോകാം. അങ്ങനെ പാർക്കിലേക്ക് പോയിട്ട് അവിടെ കുറച്ചു നേരം ആ കാറ്റൊക്കെ കൊണ്ട് ആശ്വസിച്ച് കിടക്കാം എന്ന് തന്നെയാണ് വിചാരിച്ച് കാറിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് അച്ചമ്മയാണെങ്കിൽ ശ്രുതിക്ക് 8ന്റെ പണി കൊടുത്തിരിക്കുകയാണ്. എല്ലാവരുടെയും ഡ്രസ്സുകൾ അലക്കാൻ വേണ്ടി ശ്രുതിക്ക് കൊടുക്കുന്നുണ്ട്. വാഷിംഗ് മെഷീനിലൊന്നും അലക്കിയാൽ ശരിയാവില്ല, അതും കല്ലിൽ തന്നെ ഇട്ട് അലക്കണം. മോൾക്ക് ബുദ്ധിമുട്ടൊന്നും ആയില്ലല്ലോ എന്നിങ്ങനെ അച്ചമ്മ ചോദിക്കുന്നുണ്ട് സുഖിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ശ്രുതിയെ. ഇല്ല അച്ചമ്മ പറഞ്ഞിട്ടല്ലേ, എനിക്ക് ഒരു കുഴപ്പവും ഇല്ല എന്നും പറഞ്ഞ് ഒരു വിധത്തിൽ അങ്ങനെ ദേഷ്യത്തോടുകൂടിയൊക്കെ അലക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൂട്ടുകാരി മീരയെ വിളിക്കുകയാണ് ശ്രുതി. എന്നിട്ട് ഇതിൽ നിന്ന് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കടി എന്ന് പറയുമ്പോൾ, ഞാൻ എങ്ങനെ രക്ഷിക്കാനാണ്, എന്തായാലും നിന്റെ അമ്മായിമ്മ തന്ന പണിയല്ലേ, നീ അങ്ങ് ഏറ്റെടുക്ക് എന്നും പറഞ്ഞ് അങ്ങനെ നമ്മുടെ മീരയും കൈയൊഴുകുകയാണ്. ശ്രുതിയെ ഫോളോ ചെയ്യുകയാണ് നീലിമയുടെ ആൾക്കാർ, ഗുണ്ടകള്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ വേഗം പാർക്കിലേക്ക് ചെന്ന് അവിടെ ഇറങ്ങണ സമയത്ത് അവൻ്റെ വണ്ടി ഓവർടേക്ക് ചെയ്തുകൊണ്ട് മറ്റൊരു വാഹനം വരികയാണ്. അതിൽ നിന്ന് കുറേ ഗുണ്ടകൾ ഇറങ്ങി വന്ന് ശ്രുതിയെ കാറിൽ നിന്നും ഇറക്കി അവനെ പിടിച്ചു പോവുകയാണ്. നിങ്ങൾ എന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ശ്രുതി ചോദിക്കുന്നുണ്ട്. അതൊക്കെ പറയാം എന്നും പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോവുകയാണ്. നീലിമയുള്ള ഒരു വീടാണ്. ആ വീട്ടിലേക്ക് കൊണ്ടു ചെല്ലുകയാണ്. അങ്ങനെ അവിടെ കസേരയിൽ അവനെ കെട്ടിയിടുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവിടേക്ക് നിങ്ങൾ ആരെയാ, നിങ്ങൾ എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നൊക്കെ സംശയത്തിൽ ഓരോന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ശ്രുതി. അപ്പോഴാണ് നമ്മുടെ നീലിമയുടെ എൻട്രി. അപ്പോൾ നീലിമയെ കാണുമ്പോൾ ശ്രുതി ഞെട്ടുകയാണ്. നീയോ എന്ന് ചോദിക്കുകയാണ്. നീ എന്താ വിചാരിച്ചത്, എൻ്റെ പണം തട്ടിയിട്ട് എൻ്റെ പണം നീ കൊണ്ടുപോയിട്ട് നിനക്ക് സുഖമായി ജീവിക്കാമെന്നോ? നീ എന്നിട്ട് അവളെ കയ്യിലൊരു തോക്കുണ്ടായിരുന്നു, ആ തോക്ക് അവൻ്റെ നെറ്റിയിലങ്ങ് ചൂണ്ടുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് രണ്ട് മാർഗമാണ് ഇതിൽ നിന്ന്, നിന്റെ മരണത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാനുള്ള 2 മാർഗമേ ഉള്ളൂ. ഒന്നെങ്കിലും നീ എത്രയും വേഗം നിന്റെ ഭാര്യയായ ശ്രുതിയെ വിളിച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ 50 ലക്ഷം രൂപ അത് ഉടനെ ഇവിടെ എത്തിക്കാൻ പറയണം. ഇല്ലെങ്കിൽ നിന്റെ പേരിലുള്ള ആ ഷോപ്പ് അത് എൻ്റെ പേരിൽ അങ്ങ് എഴുതി തരണം. ഇതിലേതെങ്കിലും ഒന്ന് നിനക്ക് ഇനി മാർഗമുള്ളൂ നിന്റെ ജീവൻ കിട്ടണമെങ്കിൽ എന്ന് പറയുകയാണ്. ശ്രുതി എന്തായാലും പെട്ടുപോകുന്നുണ്ട്. ഉടനെ തന്നെ ശ്രുതി ആ കാര്യം ശ്രുതിയെ വിളിച്ച് പറയുകയാണ്. എടി, എന്നെ നീലിമ കുടുക്കി, നീലിമ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, നമ്മൾ വാങ്ങിയ 50 ലക്ഷം രൂപ തിരികെ കൊടുക്കാനാണ് അവർ പറയുന്നത് എന്ന് പറയുമ്പോൾ എന്തായാലും നമ്മുടെ ശ്രുതി ഒന്ന് ഞെട്ടിപ്പോവുകയാണ്. അതേ സമയത്താണെങ്കിൽ സച്ചി തൻ്റെ ഭാര്യ രേവതിയെ ഈ ഒരു അവസ്ഥയിലാക്കിയത്, കാല് ഒടിച്ചതാരാണ് എന്നുള്ള ആ ഒരു തിരച്ചിലാണ്. അങ്ങനെ ഗജാനന്ദനെ കണ്ടെത്തുകയും ഗജാനന്ദനെ വഴിയിൽ വെച്ച് കാണുമ്പോൾ ഗജാനന്ദനെ സച്ചി നല്ല ഇടിയിടിക്കുന്നുണ്ട്. എന്നിട്ട് അയാളോട് പറയുകയാണ്, എൻ്റെ ഭാര്യയെ നിങ്ങൾ കാല് ഒടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വലിയ പ്രശ്നം തന്നെ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഈ ശ്രുതിയും ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും. അഥവാ ഇനി ആ 50 ലക്ഷം അവർക്ക് തിരികെ കൊടുക്കേണ്ടി വരുമോ, ഇല്ലെങ്കിൽ ആ ഷോപ്പ് ശ്രുതിയുടെ പേരിൽ ആ ഷോപ്പ് നീലിമയുടെ പേരിലേക്ക് എഴുതി കൊടുക്കേണ്ടി വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.